വ്യാപാര ആവശ്യങ്ങൾക്ക് ഉതകുന്ന സ്പോക്ക് എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ ലിഥിയം അയോൺസ് ഇലക്ട്രിക് പുറത്തിറക്കി. തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനുകൾ അനുസരിച്ച് 65,000 മുതൽ 99,000 രൂപ വരെ ഈ സ്കൂട്ടറിന് വില വരും. ലിഥിയം അയോൺസ് ഇലക്ട്രിക് സൊല്യൂഷൻസ് എന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. സ്പോക്കിന്റെ ഡിസൈൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പൂർണ്ണമായും ലോക്കൽ ലെവലിൽ വികസിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂട്ടർ പൂർണ്ണമായും സ്വദേശിയാണ്. വളരെ ആകർഷകമായ ഡിസൈനും സ്റ്റൈലുമാണ് വാഹനത്തിനുള്ളത്. മുൻവശത്ത് വലിയ വട്ടത്തിലുള്ള ഹെഡ്ലാമ്പ് നൽകിയിരിക്കുന്നത്. പിന്നിൽ ഫാക്ടറിയിൽ നിന്നും ഫിറ്റ് ചെയ്തു വരുന്ന തെർമൽ ഇൻസുലേഷൻ കാർഗോ ബോക്സ് ഘടിപ്പിച്ചിരിക്കുന്നു. ടേൺ ഇൻഡിക്കേറ്ററുകൾ ടെയിൽ ലാമ്പുകളിൽ തന്നെ ഇടം പിടിക്കുന്നു. ജൂലൈയിൽ വാഹനം വിൽപ്പനയ്ക്കായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുത വാഹന രംഗം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ മേഖലയിലേക്ക് പല പുതിയ ബ്രാൻഡുകളും കടന്നു വരികയാണ്. ഇരുചക്ര ഇലക്ട്രിക് വാഹന വിപണി വളരെ പ്രാരംഭഘട്ടത്തിലാണ്. അതിനാൽ മിക്ക നിർമ്മാതാക്കളും സാമാന്യ നിലയിൽ ഉയർന്ന പെർഫോമൻസ് ഇല്ലാത്ത എന്നാൽ മാന്യമായ രീതിയിലുള്ള ഈ സ്കൂട്ടറുകളാണ് ആദ്യം വിപണിയിൽ എത്തിക്കുന്നത്. ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന സ്കൂട്ടറുകൾ ഉണ്ടെങ്കിലും അവയുടെ വില കൂടുതലായിരിക്കും. വൈദ്യുത വാഹനങ്ങളുടെ മേഖലയിൽ വളരെയധികം പഠനങ്ങൾ നടത്തിയതിനു ശേഷമാണ് സ്പോക്കിനെ വിപണിയിൽ എത്തിച്ചത് എന്നാണ് ഇലക്ട്രിക് പറയുന്നത്. 2.9 കിലോവാട്ട്സ് ലിഥിയം അയൺ ബാറ്ററിയാണ് സ്പോക്കിന് കരുത്തേകുന്നത്. 2.1 കിലോ വാട്ട്സ് പരമാവധി പവർ നൽകുന്ന ബ്രഷ്ലെസ് DC ഹബ് മോട്ടറാണ് വാഹനത്തിനുള്ളത്. 1.2 കിലോ വാട്ട്സ് ആണ് നിരന്തരമായ പവർ ഔട്ട്പുട്ട്. 45 km/h ആണ് സ്കൂട്ടറിന്റെ പരമാവധി വേഗം. ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം ബാറ്ററി തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കുന്ന ബാറ്ററിയെ ആശ്രയിച്ച് 50 മുതൽ 130 കിലോമീറ്റർ വേഗത വരെയുള്ള റേഞ്ച് സ്കൂട്ടറിനുണ്ട്. ഹരിതയാത്രാ സംവിധാനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ലിഥിയം അയൺസ് ഇലക്ട്രിക് സൊല്യൂഷൻസ് ഡയറക്ടർ ക്യാപ്റ്റൻ ഗുർവീന്ദർ സിംഗ് അഭിപ്രായപ്പെട്ടു. ഇലക്ട്രിക് യാത്രാ സംവിധാനങ്ങളിലൂടെ രാജ്യത്തെ പരിസ്ഥിതി പരിപാലനവും സാമ്പത്തിക പരിരക്ഷയും ഉറപ്പാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇ-കൊമേഴ്സ് രംഗത്തെ ഭീമൻ ഫ്ലിപ്കാർട്ടും തങ്ങളുടെ ഡെലിവറി വാഹനങ്ങളിൽ 40% 2020 മുൻപ് വൈദ്യുതീകരിക്കാൻ തീരുമാനിച്ചു എന്നതും വൈദ്യുത വാഹനങ്ങൾക്ക് പ്രോത്സാഹനമാണ്.